സെയിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചവെയിലിൻ്റെ മയക്കത്തിലാണ് നമ്മുടെ കുട്ടു. ആൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ബംഗ്ലാവൊക്കെ പണിത ത്രില്ലിലാണ് കേട്ടോ കൂട്ടിൽ കിടക്കുന്നത്. പുറത്ത് അവന് കിടക്കാനായിട്ട് കൂടുകളുണ്ട്, പക്ഷെ അകത്ത് അവനെ കിടത്താനായിട്ട് കൂടുകളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ അവനൊരു കൂട് വാങ്ങിച്ചു കൊടുത്തു. അതിൽ സ്വസ്ഥമായിട്ട് മൂപ്പര് കിടക്കുകയാണ്. ഇന്നൊരു യാത്ര പോകാനുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ റെഡിയാക്കി. ഇന്ന് നമ്മുടെ ഉച്ചയൂണിന് സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമാവോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇതൊക്കെ വെച്ച് കഴിച്ചും മുന്നോട്ട് പോവും. സവോള കൊത്തി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 തക്കാളി കൂടെ ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കുരുമുളക്. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് വേവുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം കുഴമ്പ് രൂപത്തിലായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കുരുമുളക് ഉപ്പ് മാത്രം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റുമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് അതിൻ്റെ തനതായൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ലവണ്ണം ഇതുപോലെ ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വറുത്തത് കോരി റെഡിയാക്കുക. ചില സമയങ്ങളിൽ യാത്ര പോകുമ്പോഴും അതുപോലെ യാത്ര കഴിഞ്ഞ് പെട്ടെന്ന് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഗ്രേവി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കൂട്ടാനും ചോറിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കിത് പാകമായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാം. ഇങ്ങനെ നിങ്ങളൊക്കെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇന്ന് നമ്മൾ ഇത് മാത്രമാണ്, പിന്നെ ഒരല്പം കൈപ്പക്ക അച്ചാറും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂട്ടിയാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കുട്ടുവിനെയും കൊണ്ടിട്ടാണ് കേട്ടോ. കുട്ടു വണ്ടിയിൽ മൊത്തം കറങ്ങി നടക്കുകയാണ്. നമ്മളെക്കാളും കാഴ്ചകൾ കാണാനും നല്ല ഹൈറ്റിലിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. എങ്ങാണ്ടെന്ന് എടുത്തു പറയാനാകാതെ പ്രകൃതിയുടെ മനോഹാരിത തേടിയുള്ള ഒരു യാത്ര. ചുറ്റും വയലോലകളൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അത് വീഡിയോയിൽ പകർത്തി തിരിച്ചു പോരുക. ഇത്രയേ ഉള്ളൂ നമ്മളെ പോകുമ്പോഴുള്ള ഉദ്ദേശം. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കുട്ടൂനെയും കൂടെ കൂട്ടാൻ വേണ്ടി അവനെ ഒരു ട്രെയിനിങ്ങിനും കൂടെയാണ് നമ്മൾ വണ്ടിയിൽ ഇവനെയും വെച്ച് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ആദ്യ യാത്രയിൽ തന്നെ കുട്ടു 100 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അവന് അടിപൊളിയായിട്ട് വളരെ സൈലൻ്റായിട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തത്. ആദ്യമൊക്കെ കുറച്ച് കയറി മറിഞ്ഞ് പിന്നീട് അവന് സീറ്റിൻ്റെ അടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു അതിമനോഹരമായൊരു കാഴ്ച കാണാനിടയായത്. ചുറ്റും കാടുകളാണ്. എല്ലാ തരം മൃഗങ്ങളും ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട്. വീടിൻ്റെ ഒരു ഭംഗി നോക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത്. നല്ല ഭംഗിയുള്ളൊരു മയിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി നിർത്തി ആ സ്ഥലത്തേക്ക് നടന്നു പോയി. മയിൽ ഒന്നും ഒരു അനക്കവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ശരിക്കും അത് ഒറിജിനൽ ഒരു മയിലായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിയണത്. തൊട്ടടുത്ത് വരെ ഞാൻ എത്തി. എന്നിട്ടും ആൾക്കും ഒരു പരാതിയില്ല. നമ്മളെയൊക്കെ ശരിക്കും നോക്കി അങ്ങനെ നിന്നു. അടുത്തേക്ക് ചെല്ലാനൊരല്പം ഭയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞത് ഇവിടെ സ്ഥിരം വരുന്നതാണ്, പേടിക്കണ്ട എന്ന്. അങ്ങനെ നമ്മൾ മയിലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ.
എത്തിയ ആളെ ശരിക്കും വീഡിയോ എടുത്ത് ആളത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ തന്നെ അതേ നൃത്തം നിന്നു. പിന്നെ നമുക്ക് നോട്ടമൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി. ഞാനങ്ങ് മാറി നിന്നപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ നടന്ന് വരികയായിരുന്നു ആൾ. മൃഗശാലയിൽ നിന്നൊക്കെ നമ്മൾ മയിലിനെ കാണുമ്പോൾ കൂടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണല്ലോ കാണുക. എന്നാൽ ഇത്രയും തൊട്ടടുത്ത് ഇത്രയും അനുസരണയോടെ നടക്കുന്ന മയിലിനെ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. സെയിനൊക്കെ ഭയങ്കര സന്തോഷമായി. എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ പുസ്തകത്തിനുള്ളിൽ കുഞ്ഞു മയിൽപ്പീലി ഒളിപ്പിച്ച് നടന്നിട്ടുണ്ട്. ആ ഒരു മയിലിനെ കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു കേട്ടോ. നല്ല കളർഫുള്ളായ നല്ല മയിൽപ്പീലികൾ ഒരുപാട് നീളം ഉണ്ട് അതിൻ്റെ വാലിന്. വളരെ ഭംഗിയുണ്ട് കേട്ടോ. നല്ല ചിത്രരചനകൾ പോലെ നല്ല ഭംഗി. ആരോ പെയിൻറ് കൊടുത്ത് വിട്ട പോലെയാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. കണ്ണിൻ്റെ ഭാഗത്തൊക്കെ വൈറ്റും ഗ്രീനും പീക്കോക്ക് കളറൊക്കെ ചേർന്ന് നല്ല നല്ല രസമുണ്ട്. അതിൻ്റെ തലയിലെ പൂവും ഒക്കെ കണ്ട് തൊട്ടടുത്ത് തന്നെ ഇത്രയും നല്ല അനുസരണയോടെയാണ് ആൾ നിന്നത്. കണ്ടില്ലേ, വാലിൻ്റെ ആ ഒരു തൂവലൊക്കെ ഭയങ്കര ഭംഗിയാണ്. അതിശയത്തോടെ നമ്മൾ നോക്കിക്കണ്ട മയിൽ അനുസരണയോടെ നമ്മുടെ കൂടെ വണ്ടിയുടെ അടുത്ത് വരെ വന്നു. ഞങ്ങൾ വണ്ടി കയറുന്നതൊക്കെ നോക്കിയ ആൾ വളരെ സൈലൻ്റായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വണ്ടിക്കാരും ആളുകളും കുട്ടികളൊക്കെ വന്നപ്പോൾ അവരുടെ കൂടെ ഓടാനും പറക്കാനും ഒക്കെ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്നും സ്ഥലം വിടുകയാണ് ചെയ്തത്. അവിടെ നിന്നും തിരിച്ച് നമ്മൾ കോഫി കുടിക്കാനായിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് വെയിലിനെയൊക്കെ മാറ്റി നിർത്തി നല്ല മഴ പെയ്യാൻ തുടങ്ങി. റെസ്റ്റോ കഫേയിലാണ് കേട്ടോ നമ്മൾ പോയത്. ഒരു അടിപൊളി ഷോപ്പാണിത്. നല്ല മഴയിൽ നല്ല ചൂടുള്ള കാപ്പി കുടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. വണ്ടിയുടെ അകത്തിരുന്ന് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സീൻ കേട്ടോ. മഴത്തുള്ളികൾ ഇങ്ങനെ വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് ഒഴുകി വീഴുന്നുണ്ട്. നല്ല തണുപ്പുമുണ്ട്. ഊട്ടിയിലൊക്കെ നമ്മൾ പോയൊരു പ്രതീതിയായിരുന്നു വണ്ടിക്കകത്ത്. ഒളിഞ്ഞിരുന്ന് മഴയുടെ ഭംഗി ആസ്വദിക്കുമ്പോഴാണ് എത്ര മനോഹരമാണ് മഴത്തുള്ളികളും മഴയും എന്നൊക്കെ നമ്മൾ അറിയുന്നത്. കോഫിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്പം നീളം കൂടി. റോഡിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ മഴയത്ത് ഓടിക്കത്തിച്ച് പോകുന്നുണ്ട്. മഴയൊക്കെ ഏകദേശം മാറി ആകാശമൊക്കെ തെളിഞ്ഞു തുടങ്ങി. കോഫിയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്നും യാത്ര തിരിച്ച് ഹരിത മനോഹാരിത ആസ്വദിച്ച് ഞങ്ങൾ എൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ വയലോലകൾ മുറിച്ച് കിടന്ന് യാത്ര തുടർന്നു. മഴയിലൂടെ അലസമായ ഒരു യാത്ര. മനസ്സും ശരീരവും ഒക്കെ തണുത്ത് യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ഇടതടവില്ലാതെ ഓടി നടക്കുന്ന നമ്മൾ അല്പായുസുള്ള വെറും മനുഷ്യരാണ്. വീടിനകത്ത് ചടഞ്ഞുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് മനസ്സിന് സന്തോഷം കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുക. എൻ്റെ ഈ യാത്രാ വീഡിയോ നിങ്ങൾക്കും ഒരു നല്ല യാത്ര പോവാനുള്ള സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മനസ്സ് കാണിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് മുഖേന നിങ്ങൾ ബന്ധപ്പെടുക. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോയും മറ്റുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.